നമ്മുടെയൊക്കെ വീട്ടിൽ കാണും അധികമൊന്നും സംസാരിക്കാത്ത, കഷ്ടപ്പാടിലും നമ്മളെ കരുതലോടെ നോക്കുന്ന ഒരച്ഛൻ. സ്വന്തം ആഗ്രഹങ്ങളെക്കാൾ സ്വപ്നങ്ങൾക്ക് വില നൽകുന്ന ഒരാൾ. ഒരു ചെറിയ അബദ്ധത്തിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ട കരീം എന്ന മനുഷ്യൻ്റെ ജീവിതം മാറി മറിയുന്നത് നിമിഷ നേരം കൊണ്ടാണ്. വാശിയും ദാരിദ്ര്യവും ഒത്തുചേരുന്ന ഈ മനോഹരമായ ഇറാനിയൻ ചിത്രം ദ സോങ് ഓഫ് സ്പാരോസ്. നമുക്ക് കഥ കേട്ടാലോ? കരീം ഒരു ഒട്ടകപ്പക്ഷി ഫാമിലെ തൊഴിലാളിയാണ്. കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും സമാധാനമായ ജീവിതം. ഇതിനിടയിലാണ് അയാളുടെ മകളുടെ കാത് കേൾക്കാനുള്ള മെഷീൻ നഷ്ടപ്പെടുന്നത്. പുതിയത് വാങ്ങാൻ നല്ലൊരു തുക വേണം. അതിനായി കഷ്ടപ്പെടുന്നതിനിടയിൽ അയാൾ പണിയെടുക്കുന്ന ഫാമിൽ നിന്നും ഒരൊട്ടകപ്പക്ഷി ഓടിപ്പോകുന്നു. അതിൻ്റെ പേരിൽ അയാൾക്ക് ജോലി നഷ്ടപ്പെടുന്നു. പിന്നീട് തൻ്റെ പഴയ ബൈക്കുമായി നഗരത്തിൽ ടാക്സി ഓടിച്ചാണ് അയാൾ പണം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. നഗരത്തിലെ ജീവിതം കരീമിനെ പതിയെ മാറ്റുന്നു. വഴിയരികിൽ കാണുന്ന പഴയ സാധനങ്ങൾ അയാൾ വീട്ടിലേക്ക് പെറുക്കി കൂട്ടാൻ തുടങ്ങി. ഒടുവിൽ ആ പഴയ സാധനങ്ങൾ അയാളുടെ വീടിനേക്കാൾ വലുതാവുന്നു. ഇതിനിടയിൽ മക്കൾ മീൻ വളർത്താനായി കഷ്ടപ്പെടുന്നത് കരീമിന് ഇഷ്ടപ്പെടുന്നില്ല. സ്നേഹനിധിയായ അച്ഛൻ പതിയെ പിശുക്കനായി മാറുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവും. എന്നാൽ ഒരു അപകടം പറ്റി കരീം കിടപ്പിലാവുന്നതോടെ കഥ മാറുകയാണ്. താൻ ദേഷ്യപ്പെട്ടിരുന്ന മക്കളാണ് തന്നെ പൊന്നുപോലെ നോക്കുന്നതെന്ന് അയാൾ തിരിച്ചറിയുന്നു. അയാൾ വെറും പാഴ് സ്ഥലമാണെന്ന് കരുതിയ സ്ഥലത്ത് മക്കൾ മനോഹരമായ പൂന്തോട്ടം ഉണ്ടാക്കിയിരുന്നു. മകൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് അച്ഛന് ഓറഞ്ച് ജ്യൂസ് വാങ്ങിക്കൊടുക്കുന്ന സീൻ കാണുമ്പോൾ ആരുടെയും കണ്ണ് നിറഞ്ഞു പോകും. ആ സ്നേഹത്തിന് മുന്നിൽ അയാൾ തോറ്റുപോവുകയാണ്. സിനിമയുടെ അവസാനത്തിൽ മക്കൾ വാങ്ങിയ മീനുകൾ നിലത്ത് വീണു പോകുന്ന ഒരു സീനുണ്ട്. തങ്ങളുടെ സ്വപ്നങ്ങൾ തകർന്നു പോയിട്ടും ആ മീനുകളെ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്ന മക്കളുടെ ആ മനസ്സ്, അതാണ് ഈ സിനിമയുടെ ജീവൻ. ഒടുവിൽ നഷ്ടപ്പെട്ടുവെന്ന് കരുതി ആ ഒട്ടകപ്പക്ഷി തിരിച്ചു വരികയും കരീമിന് ജോലി തിരികെ കിട്ടുകയും ചെയ്യുന്നു. എത്രയൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാമെന്ന് ഈ ചിത്രം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെയൊക്കെ അച്ഛന്മാരെ ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കഥകൾ വീണ്ടും കേൾക്കാനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അച്ഛനുമായിട്ടുള്ള നല്ല ഓർമ്മകൾ കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.